ഗുരുവായൂരപ്പന് ഉത്രാടക്കാഴ്ചക്കുല സമർപ്പിച്ച് പൊന്നോണത്തെ വരവേറ്റ് ഭക്തർ. രാവിലെ ശിവേലിക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ചതോടെ ഉത്രാടനാളിലെ കാഴ്ചക്കുല സമർപ്പണ ചടങ്ങിന് തുടക്കമായി. ഇന്ന് രാത്രി നട അടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാനാകും. ഓണം സമൃദ്ധിയുടേതാകണം, ഐശ്വര്യത്തിൻ്റെതാകണം, കാർഷിക അഭിവൃദ്ധിയുടേതാകണം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം സാധ്യമെന്ന് ഭക്തർക്ക് ഉറപ്പ്. ഭഗവാന് കാഴ്ചക്കുല സമർപ്പിക്കാൻ പുലർച്ചെ മുതൽ കാത്തുനിന്ന് ഭക്തർ. രാവിലെ ശിവേലി, ശേഷം ക്ഷേത്ര മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഭഗവാന് ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. കീഴ്ശാന്തിമാരും ദേവസ്വം അധികൃതരും കാഴ്ചക്കുല സമർപ്പിച്ച ശേഷം ഭക്തർക്ക് അവസരം. ചെങ്ങഴിക്കോടൻ ഇനത്തിൽപ്പെട്ട പ്രത്യേകം പരിചയിച്ച് വിളയിച്ച കുലയാണ് കാഴ്ചക്കുലയിൽ പ്രധാനപ്പെട്ടത്. സമർപ്പിക്കപ്പെടുന്ന നേന്ത്രപ്പഴങ്ങളിൽ ഒരു ഭാഗം തിരുവോണസദ്യയുടെ പഴപ്രഥമന് മാറ്റിവെക്കും, ഒരു ഭാഗം ആനകൾക്ക് നൽകും. ഉത്രാടനാളിൽ ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സഹധർമ്മിണിയോടൊപ്പം രാവിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ. ഇത്തവണ ഓണത്തിന് നമുക്ക് കുറച്ചൊരു പശ്ചാത്തലം ഉണ്ടല്ലോ, ഒരു സങ്കടത്തിൻ്റെതായിട്ടുള്ള വയനാട് ദുരന്തവും മറ്റും ഉണ്ടാക്കിയിട്ടുള്ള സങ്കടത്തിൽ നിന്ന് മലയാളികൾ കേരളം പൂർണ്ണമായിട്ടും മോചിതമായിട്ടില്ല. എങ്കിലും നമ്മൾ അമിതാഹ്ലാദങ്ങളില്ലാതെ ആഘോഷിക്കുന്ന ഓണങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ ഓണം. തിരുവോണനാളിൽ പുലർച്ചെ 4:30 ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കും. ഉഷപൂജ വരെ ഭക്തർക്കും ഓണപ്പുടവ സമർപ്പിക്കാം. 10,000 പേർക്കുള്ള തിരുവോണ സദ്യയാണ് നാളെ ക്ഷേത്രത്തിൽ ഒരുക്കുന്നത്. ഇന്നു മുതൽ 22 വരെ ക്ഷേത്ര ദർശനത്തിന് 1 മണിക്കൂർ അധിക സമയവുമുണ്ട്. ഈ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 3:30 നട തുറക്കും. ജനം, തൃശൂർ.